എത്തിയിട്ടുള്ളത് ഒരു ഓണസദ്യ പ്രിപ്പറേഷനുമായിട്ടാണ്. ഈസി ആയിട്ട് എങ്ങനെ ഒരു ഓണസദ്യ ഓർഗനൈസ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 20-ൽ കൂടുതൽ വിഭവങ്ങളുള്ള ഒരു ഓണസദ്യ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള വർക്കാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഓർഗനൈസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഓർഗനൈസിങ് മാത്രമല്ല, കുറച്ച് റെസിപ്പീസും കാണിക്കുന്നുണ്ട്. എല്ലാ റെസിപ്പീസും ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്ത് കൂടി പോകും. അതുകൊണ്ട് മാക്സിമം റെസിപ്പീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തതെന്ന്. നമ്മൾ ഉണ്ടാക്കുന്ന ഓണസദ്യയിൽ കുറച്ചധികം വിഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതും ആദ്യമായിട്ടാണ് ഒരു ഓണസദ്യ ഉണ്ടാക്കുന്നതെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം. ആദ്യം നമ്മുടെ ഓണസദ്യയിലെ വിഭവങ്ങൾ എന്തെല്ലാമാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിലേക്കുള്ള പച്ചക്കറികൾ എല്ലാം റെഡിയാക്കി വെക്കുക. പച്ചക്കറികളെല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് വെക്കുക. അതാണ് ഞാനിവിടെ ആദ്യം ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോട്ട് ചെയ്ത് വെക്കാം. മിക്കവർക്കും ഇത്രയും പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ലാത്തവരുണ്ടാകും. പക്ഷേ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എല്ലാം ഒന്നിച്ച് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഭവങ്ങൾ ഇതൊക്കെയാണ്: ചോറ്, സാമ്പാർ, അവിയൽ, ഓലൻ, കാളൻ, കൂട്ടുകറി, പിന്നെ പച്ചടി 4 ഐറ്റമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി, മാംഗോ പച്ചടി അല്ലെങ്കിൽ മാങ്ങ പച്ചടി, വെണ്ടക്ക പച്ചടി, പിന്നെ ക്യാബേജ് തോരൻ, പുളിഞ്ചി, മാങ്ങ അച്ചാർ, മോര്, സേമിയ പായസം, ശർക്കര വരട്ടി, ചിപ്സ്, മുളക് കൊണ്ടാട്ടം, പപ്പടം, പിന്നെ തൈര്, രസം, ബനാന. ഇതിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന വിഭവങ്ങളുണ്ട് കേട്ടോ. പുളിഞ്ചി, അച്ചാർ, ശർക്കര വരട്ടി, പിന്നെ ചിപ്സ്, ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇവിടെ നമ്മൾ 2 ദിവസം മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങുന്നുണ്ട്. അതായത് പുളിഞ്ചി 2 ദിവസം മുന്നെയാണ് ഉണ്ടാക്കി വെക്കുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. പുളിഞ്ചിക്ക് അപ്പോൾ നമ്മളിവിടെ 200 ഗ്രാം ഇഞ്ചി എടുത്ത് ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പുളി, അതേപോലെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക്, പച്ചമുളക് 1 എണ്ണം, പുളി 2 ചെറുനാരങ്ങയുടെ സൈസിനാണ് എടുത്തിട്ടുള്ളത്, 5-6 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിഞ്ചി നമ്മളൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഞാൻ ഈ റെസിപ്പി പറയുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇതാ അരിഞ്ഞ് വെച്ചതെല്ലാം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കംപ്ലീറ്റ് പോകുന്നത് വരെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണാം ഇത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതേപോലെ എല്ലാ മറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ട് മിക്സായി ഒന്ന് കുറുകി വരുമ്പോഴാണ് നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര ഉരുക്കിയതും നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 2 ദിവസം മുന്നെയാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് കോക്കനട്ട്, അതായത് തേങ്ങ ചിരകി വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3.5 തേങ്ങയാണ്. പായസത്തിന് തേങ്ങ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് 3.5 തേങ്ങയിൽ ഒതുങ്ങിയത്. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയിട്ട് അതൊന്ന് ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഇനി നമ്മൾ തലേ ദിവസത്തെ പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസമാണ് നമ്മൾ കാളന്, അവിയൽ, സാമ്പാർ, അങ്ങനെ മറ്റു കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് കാളൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു പച്ചക്കായ തൊലി കളഞ്ഞതും, അതേപോലെ ചേന ഒരു മീഡിയം സൈസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രഷർ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. 1 വിസിൽ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം 2ാമത്തെ വിസിലിന് സ്റ്റീം നിറയുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിടുകയാണ്. പിന്നെ സ്റ്റീം കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഇത് തുറന്നിട്ടുള്ളത്. അപ്പോൾ അതായത് കംപ്ലീറ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ഗ്ലാസ് തൈര് നല്ലപോലെ ബീറ്റ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിലാണ് ഇട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കണം. അതായത് നല്ലപോലെ മിക്സായി കുറുകി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കുറുകി വരും.
പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കൈയൊന്നും പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ തേങ്ങ അരച്ചൊഴിക്കുന്നതിൻ്റെ മുന്നേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതേപോലെ 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരയ്ക്കേണ്ട തേങ്ങ റെഡിയാക്കാം. അപ്പോൾ തേങ്ങ ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 പച്ചമുളക് ഇത് ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. പിന്നെ ഈ തേങ്ങ നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറഞ്ഞ തേങ്ങയാണ്. അത് രാവിലെ എടുത്ത് ഒന്ന് തണുപ്പ് മാറിയതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കാളനിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനുണ്ട്. അതേപോലെ കറിവേപ്പില ഒന്ന് തിരുമിയതും ഇട്ട് കൊടുക്കണം. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. സദ്യ വിളമ്പുന്നതിൻ്റെ മുന്നേ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വിഭവം നോക്കാം. അപ്പോൾ ഇതാ സാമ്പാറാണ് അടുത്തത്. അത് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന മെത്തേഡ് കാണിച്ചിട്ടില്ല. സാമ്പാർ ഉണ്ടാക്കുന്ന മെത്തേഡെല്ലാം കാണിക്കുകയാണെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആയി പോകും. അപ്പോൾ അതാ സാമ്പാറും ഉണ്ടാക്കി തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വിഭവത്തിലേക്ക് പോകാം. നമ്മളിനി ഉണ്ടാക്കുന്നത് അവിയലാണ് കേട്ടോ. അവിയലിവിടെ എല്ലാ പച്ചക്കറികളൊന്നും എടുത്തിട്ടില്ല. കുറഞ്ഞ പച്ചക്കറികളെ എടുത്തിട്ടുള്ളൂ. പച്ചക്കായ എടുത്തിട്ടുണ്ട്, ചേന എടുത്തിട്ടുണ്ട്, പിന്നെ മുരിങ്ങക്കായ, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞ് നമ്മൾ പ്രഷർ കുക്കറിലാണ് കേട്ടോ അത് വെക്കുന്നത്. അപ്പോൾ പ്രഷർ കുക്കറിലിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് വേവിച്ചെടുക്കാൻ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ച് 1 വിസിലാണ് ഇത് വേവിച്ചെടുക്കാൻ എടുത്തിട്ടുള്ളത്. 1 വിസിലിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പച്ചക്കറികളും ഇതവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അവിയൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. വളരെ കുറഞ്ഞ വെള്ളം തന്നെ ബാക്കിയുള്ളൂ. ഇനി മറ്റൊരു കാര്യം, നമുക്കിത് ഫ്രഷ് ആയിട്ട് തേങ്ങ അരച്ചൊഴിച്ച് സെയിം ഡേ തന്നെ യൂസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഈ വേവിച്ച് വെച്ച പച്ചക്കറികൾ മാറ്റിയെടുത്ത് വെച്ചാൽ മതി. നാളെ നമുക്ക് തേങ്ങ അരച്ചൊഴിച്ചിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പം തന്നെ ഇത് തേങ്ങ അരച്ചൊഴിച്ച് വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങയിലേക്ക് 1 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 അല്ലി കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ചതച്ച തേങ്ങ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്കിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് 1/2 ഗ്ലാസ് തൈരാണ്. 1 ഗ്ലാസ് തൈര് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനും. അതിന് മുന്നേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴെല്ലാം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള അവിയൽ, ഓണസദ്യക്ക് വിളമ്പാൻ പറ്റിയ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഒന്ന് തിരുമ്മി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവിയലും പെർഫെക്റ്റായിട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നാളെ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 2-3 മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചൂട് വെളിച്ചെണ്ണ, ഒന്ന് ചൂടാക്കിയ വെളിച്ചെണ്ണ ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ചൂടായി കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ പാനിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഓണസദ്യ ഐറ്റംസിൽ പുളിഞ്ചി റെഡിയായി, സാമ്പാർ റെഡിയായി, അവിയൽ റെഡിയായി, അതുപോലെ കാളനും റെഡിയായി. ഇനി നമ്മൾ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ആണ് ചെയ്ത് വെക്കുന്നത്. കൂട്ടുകറിക്കുള്ളത് നമുക്ക് വേവിച്ച് വെക്കാനുണ്ട്. അതേപോലെ ബീട്രൂട്ടിനും വേവിച്ച് വെക്കാനുണ്ട്. അപ്പോൾ കൂട്ടുകറിക്കുള്ള കടല, ഒരു 3/4 കപ്പ് കടല ആദ്യം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട കടല വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ്. പിന്നെ വേണ്ടത് പച്ചക്കായയും ചേനയുമാണ്. അപ്പം 1.5 പച്ചക്കായ എടുത്തിട്ടുണ്ട്. തൊലി ചീന്തിയെടുത്ത പച്ചക്കായ ത്രികോണമായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതേപോലെ ഒരു മീഡിയം സൈസ് ചേനയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കടല ഒരു 3 വിസിലടിച്ചതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് പച്ചക്കായയും ചേനയും ഇട്ട് വീണ്ടും 2 വിസിലടിച്ച് വേവിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇന്നിപ്പോൾ ഇത്രയും വേവിച്ചെടുത്ത് കംപ്ലീറ്റ് 3ഉം ഇതിൽ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റി വെക്കുകയാണ്. അടുത്തത് നമ്മൾ വേവിച്ചെടുക്കുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് പച്ചടിക്കുള്ള ബീട്രൂട്ടും 2 വലിയ ബീട്രൂട്ട് വേവിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ മാറ്റിയെടുത്ത് വെക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ നാളെയാണ് ചെയ്യുന്നത്.
വേണമെന്നുണ്ടെങ്കിൽ പായസവും രസവും ഇന്ന് ചെയ്ത് വെക്കുക. ഇന്ന് തന്നെ ചെയ്ത് രാത്രി ചെയ്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പായസത്തിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഗോതമ്പ് പായസത്തിൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ നല്ല ലെങ്തായി പോകുന്നുണ്ട്, എടുക്കാത്തതാണ് കേട്ടോ. തലേ ദിവസത്തെ പ്രിപ്പറേഷൻ ഇതൊക്കെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേറ്റതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഫ്രഷ് ആയിട്ട് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്നലെ ബാക്കി വെച്ച കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ മൺപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയതാണ്. 1/4 ഗ്ലാസ് മൺപയർ വെള്ളത്തിലിട്ട് വെച്ചത് ഇന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. 2 വിസിലാണ് വേവിച്ചെടുത്തത്. 2 വിസിലിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കുമ്പളങ്ങ കട്ട് ചെയ്തതാണ്. ഇതൊരു 1.5 കപ്പ് കട്ട് ചെയ്ത കുമ്പളങ്ങയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു വിസിലിൽ നമ്മളിത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെവിടെ നിന്ന് വെന്തോട്ടെ, നമുക്ക് നെക്സ്റ്റ് ബീട്രൂട്ടിൻ്റെ പണിയിലേക്ക് പോകാം. നമ്മൾ ഇന്നലെ അരച്ച് വെച്ച ബീട്രൂട്ട് ഒരു മൺചട്ടിയിലിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കണം. അതിലേക്ക് ഒഴിക്കേണ്ട തേങ്ങ റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് തൈര്, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു പച്ചമുളക്, 2 to 3 ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി ചേർത്ത് അരച്ചെടുത്തത് നമ്മൾ ബീട്രൂട്ട് ചൂടായതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വറവിടുകയാണ് ചെയ്യുന്നത്. ഈ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുകും 2 വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കൂട്ടുകറി ബാക്കി ചെയ്യാനുണ്ട്. അതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. നമുക്കിവിടെ വറുത്തുകൊണ്ടിരിക്കാം. ഈ ടൈമിൽ തന്നെ നമുക്ക് ഓലന് വേണ്ടിയിട്ടുള്ള മൺപയറും കുമ്പളങ്ങി റെഡി ആയിട്ടുണ്ടാകും. അത് നമുക്ക് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മളിത് 2ാം പാലല്ല ഉണ്ടാക്കിയത്, വെറും വെള്ളത്തിലാണ് ഉണ്ടാക്കിയത്. ഇത് നല്ലപോലെ കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ 1ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചട്ടി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പച്ച വെളിച്ചെണ്ണയും അതേപോലെ കറിവേപ്പില ഒന്ന് തിരുമിയതും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. അതേ ടൈമിൽ നമ്മുടെ വറുത്തിട്ടുള്ള തേങ്ങയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇന്നലെ തയ്യാറാക്കി വെച്ച വേവിച്ച് വെച്ചിട്ടുള്ള കൂട്ടുകറിയുടെ കഷ്ണങ്ങൾ നമ്മളൊരു കടായിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുകയാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ശർക്കര പാനിയാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. ശർക്കര പൊടിച്ചതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര പാനിയും ഉരുക്കിയതിന് ശേഷം നല്ലപോലെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് പച്ച തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/4 ഗ്ലാസ് തേങ്ങ മതി. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നല്ലപോലെ അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ തിളയ്ക്കുന്ന കൂട്ടുകറിയുടെ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് കാണാൻ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്, നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടുകറിയും പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതിൽ ബാക്കി 3 പച്ചടികളും അതേപോലെ കാബേജ് തോരൻ അതൊക്കെയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. മാംഗോ പച്ചടിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1.5 മാങ്ങ ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. ഇതേപോലെ പീസാക്കി എടുക്കണം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം.
ഇതിലേക്ക് അരച്ചൊഴിക്കാൻ 1/2 ഗ്ലാസ് തേങ്ങ, അതിലേക്ക് 1/4 ഗ്ലാസ് തൈര്, ഒരു പച്ചമുളക്, 1-2 ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ കടുക്, ഇതെല്ലാം ചേർത്ത് അരച്ചത് നമ്മൾ നല്ലപോലെ വെന്തെടുത്തിട്ടുള്ള മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ മാങ്ങയിലേക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിടാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ മാംഗോ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് പറയുന്നില്ല. സെയിം ഇതേപോലെ തന്നെയാണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ വെണ്ടക്ക പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വെണ്ടക്ക ഇതേപോലെ നമ്മൾ ഒരു 6-7 വെണ്ടക്ക നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് അരയ്ക്കുന്ന തേങ്ങയിലേക്ക് നമുക്ക് 1/4 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പിനടുത്ത് തേങ്ങയാണ് ഇതിലേക്ക് എടുക്കുന്നത്. 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് തൈര്, പച്ചമുളക്, നല്ല ജീരകം, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ അരച്ചത് നമ്മൾ വറവിട്ട എണ്ണയിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അധികം തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആവശ്യത്തിലുള്ള ഉപ്പ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. തേങ്ങ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഓഫാക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഈ വീഡിയോയിൽ മോരിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല, അതേപോലെ രസം കാണിക്കുന്നില്ല. രസം ഞാൻ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രസമാണ്. പക്ഷെ ഞാൻ അതുകൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ നല്ല ലെങ്തായി പോകും. അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. അതേപോലെ പായസവും കാണിച്ചിട്ടില്ല. കാബേജ് തോരനും ഇതിൽ കാണിക്കുന്നില്ല. ബാക്കിയുള്ള റെസിപ്പിയും കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു ഇലയിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഇലയിൽ സെറ്റ് ചെയ്യുന്ന പല രീതികളുണ്ട്. അപ്പം ഞാനത് പെർഫെക്റ്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇലയിലൊന്ന് സെറ്റ് അതേപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.